ഇന്ന് ഞാനിത് ലേറ്റായിട്ട് 7 മണിയായിട്ട് എണീച്ചത്. ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ, അത് കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ചായക്ക് വെള്ളം വെച്ച് ചേട്ടന് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ആ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ ഡെയിലി എൻ്റെ മടിയിൽ ഇങ്ങനെ ആൾക്ക് വന്ന് കയറി ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് ഉറങ്ങും. മൂപ്പരേനെ നമുക്ക് വീടിൻ്റെ അപ്പുറത്തുനിന്ന് കിട്ടിയതാണ്. ആളെ ആരോ കൊണ്ട് കളഞ്ഞതാണ്. ആളുടെ കൂടെ വേറെ ടീമുകളൊക്കെ ഉണ്ട്, പക്ഷെ ആളെ ഞങ്ങളിവിടെ എടുത്തിട്ട് പോകുന്നു. പിന്നെ ഇവിടെ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു. ആ പച്ചക്കറി വെച്ചിട്ട് ഞാനൊരു സാമ്പാറും പിന്നെ ഒരു പയറുപ്പേരിയും അങ്ങനെയൊക്കെ വെക്കാന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്, ദോശ ഉണ്ടാക്കണം, ചട്നി ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയാണ് അടുക്കളയിലത്തെ പരിപാടി എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഞാൻ വെള്ളരിക്ക ഉണ്ടായിരുന്നത് തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് പരിപ്പ് കഴുകി കുക്കറിലിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെള്ളരിക്കും കുറച്ച് ഉള്ളിയും കൂടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടിയിട്ട് ആണ് വേവിക്കണേ. എല്ലാവരും ഇങ്ങനെയൊന്നുമില്ല, എല്ലാവരും പരിപ്പ് തന്നെ ഇട്ടിട്ടാണ് വേവിക്കുക. ഞാനിപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് വെന്തോട്ടെ വെച്ചിട്ട് അങ്ങനെ ഇട്ടു. പിന്നെ കുറച്ച് ചെറിയ പാക്കറ്റ് കായപ്പൊടി ഉണ്ടായിരുന്നു, ആ കായപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ സാധനം അടുപ്പമേ കയറ്റി വെച്ചിരിക്കാൻ കേട്ടോ. കണ്ടോ, ഇനി നമ്മളടുത്തത് നമ്മൾ ദോശയ്ക്കുള്ള ചട്നി അരയ്ക്കുകയാണ്. അപ്പം നമ്മൾ നാളികേരം പൊളിച്ചു. നമുക്ക് വെള്ളമൊന്നും കാര്യമായിട്ട് കുടിക്കാൻ കിട്ടിയില്ല, കുറച്ചുള്ള വെള്ളം കണ്ട, വെള്ളമില്ല, ഭയങ്കര കഷ്ടമായി പോയി. നമ്മൾ നാളികേരമൊക്കെ ചിരകി ചമ്മന്തിക്കുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരാൾ എണിച്ച് വന്നിട്ട് എനിക്ക് എന്തോ പണിക്ക് പോകാൻ തീരെ വയ്യടി, പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആവി പിടിക്കണമെന്ന് പറഞ്ഞു. ചേച്ചാ എനിക്ക് മക്കൾക്കൊക്കെ പനി മാറി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേട്ടനൊന്നേ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഒരാൾ ഊഞ്ഞാലൊക്കെ ആടി എണീറ്റ് വന്ന് ഊഞ്ഞാലൊക്കെ ആടാൻ തുടങ്ങിയിട്ട് ഇനി തുടങ്ങുകയാണ് ആളുടെ പരിപാടികൾ. പിന്നെ ഞാൻ ചട്നിക്ക് അരയ്ക്കാനായിട്ട് നാളികേരം എടുത്തു, 2-3 ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, ഒരു നുള്ള പുളി ഇട്ട്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ചട്നി അരയ്ക്കാനുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ നമ്മൾ ചട്നി അരച്ച് കടുക് കാച്ചി വേപ്പില താളിച്ച് ചട്നി അതിലേക്ക് തട്ടി ഇളക്കി കൊടുത്തു. നല്ല അടിപൊളി ചട്നി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സാമ്പാറിലേക്ക് ഞാൻ വെണ്ടക്കായ അരിഞ്ഞ് വെച്ചിട്ട് അത് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വെറുതെ ചൂടാക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. മൂപ്പിച്ചെടുത്തിട്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ പരിപ്പ് വെള്ളരിക്കും കൂടിയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ തക്കാളി, മുരിങ്ങക്കായ, പയർ ഇതൊക്കെ കൂടിയിട്ട് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ സാമ്പാർ വയ്ക്കാൻ നിങ്ങൾ ആരും പഠിപ്പിച്ചില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ഞാൻ ഇടുമ്പോൾ മാത്രം സാമ്പാർ വയ്ക്കാൻ എന്നെക്കാളും മികച്ച ആൾക്കാർ ഉണ്ടായിരിക്കാം. പിന്നെ ഞാൻ കുറച്ച് വെണ്ടക്കായ ഞാൻ മുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിട്ടിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി അതവിടെ കുറച്ച് നേരം അവിടെ കിടന്ന് വേവട്ടെ. അതിനിടയിൽ നമ്മൾ സാമ്പാറിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നാളികേരം മൂപ്പിച്ച് അതിലേക്ക് മുളകും മല്ലിയൊക്കെ ചേർത്ത് അങ്ങനെ റെഡി ആക്കിയിട്ട് അത് അരച്ചെടുത്തു. അരച്ചെടുത്തതിന് ശേഷം ഞാനത് അതിലേക്ക് ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് കാച്ചി വേപ്പിലയൊക്കെ കാച്ചി അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ സാമ്പാർ, അടിപൊളി സാമ്പാർ റെഡി. അതിൻ്റെ ഇടയിൽ ഒരാൾ എന്നോട് തല്ലൂടാൻ വന്നിട്ടുണ്ട്, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ ചായ കൊടുത്തു. ചായ കൊടുത്തപ്പോൾ വേണ്ട, കുറച്ച് ചായ കുടിക്കാൻ ആൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം ഒന്ന് കൊടുത്തപ്പോൾ വെറുതെ ഒന്ന് കുടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു തന്നു. ഞാൻ ദോശയ്ക്ക് മാവ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ പാൻ വെച്ചിട്ടുണ്ട്. ദോശ ഞാൻ ചൂടായി. പിള്ളേരൊക്കെ എണീറ്റ് വന്ന് ചേട്ടനൊക്കെ എണീറ്റ് വന്ന് ഒരു പല്ല് വെച്ച് മോറ് കഴുകിയൊക്കെ വരുമ്പോഴേക്കാണ് നമ്മൾ ദോശ ചൂടോട് കൂടി കഴിക്കാമല്ലോ. ദോശ ചൂടോട് കൂടി കഴിക്കാമല്ലോ, അത്രയും ടേസ്റ്റ്. അത് വിചാരിച്ച് ഞാൻ എല്ലാ കറികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാനിത് വേറൊരു സംഭവം കൂടി ചെയ്യുന്നുണ്ട്. കുറച്ച് ഉള്ളി എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനൊരു ചമ്മന്തി, ദോശയ്ക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം. നല്ല അടിപൊളി ചമ്മന്തിയാണ്. ഒരു നുള്ളു പുളി പൊടി ഇട്ടിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് അടിച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചായക്കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പയർ നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പയർ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ട ഒരാൾ ബനിയന് ഊരിയിട്ട് എങ്ങനെ ഇടണം, ഏത് രീതിയിൽ ഇടണമെന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് മറിച്ച് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ കൂട്ടാക്കുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ അങ്ങനെ ഇട്ടോട്ടെ വിചാരിച്ചു. ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? അപ്പം ദേ ഇപ്പുറത്ത് ഇരുന്നിട്ട് 2 പേര് അച്ഛനും മോനും കൂടി ആവി പിടിക്കലും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഇത് ബനിയിടൽ ശരിയായിട്ടില്ല. ബനിയനൊക്കെ ഇട്ട് വന്നിട്ട് എൻ്റെ കൂടെ പയർ നന്നാക്കാനായിട്ട് പയറുമണിയൊക്കെ ചിക്കി പൊളിച്ച് ഇടുകയാണ് കേട്ടോ. പയർ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ ഉള്ളി മുളകും കാച്ചിട്ട് നല്ല മെഴുക്ക് വരട്ടി രൂപത്തിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വീട് ക്ലീൻ ചെയ്യാനുള്ള പരിപാടി തുടങ്ങുകയാണ്. അച്ഛനും മക്കളൊക്കെ ആവി പിടിച്ച പുതപ്പ് അങ്ങനെ തന്നെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഇനി അത് വെയിലുദിക്കുമ്പോൾ വെയിലത്തെടുത്തിടണം. പിന്നെ വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുകയാണ് ഞാൻ. കുറച്ച് ദിവസമായി വീട് നന്നായി ക്ലീൻ ചെയ്തിട്ട്. പനിയൊക്കെ ആയിരുന്നില്ലേ, അപ്പോൾ പനിയൊക്കെ മാറി
ഒന്ന് വീടൊക്കെ വൃത്തിയാക്കി ഇടുകയാണ്. അടിക്കാറുണ്ട്, പക്ഷെ തുടക്കലൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലെ ചപ്പുചവറ് കണ്ടാൽ വിചാരിക്കും ഈ മാതിരി അടിക്കാണ്ടും കോരാണ്ടൊക്കെ കുറേ ദിവസമായി കിടക്കണം. ഇത് കുട്ടികളുള്ള വീടല്ലേ, അതിനനുസരിച്ച് അത്രയും വൃത്തികളായിട്ട് കിടക്കും. പിന്നെ ഈ അടുക്കള ഭാഗമൊക്കെ ഞാൻ തന്നെ വൃത്തികേടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ കോട്ട് ഞാൻ ഇന്നലെ മഴ പോയപ്പോൾ അതൊന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മടക്കി വെച്ചു. പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ വൃത്തിയാക്കി. അങ്ങനെ അടുക്കളയിലത്തെ വൃത്തിയാക്കി തുടങ്ങി. പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പാനയമ്പറൊക്കെ പെനോല വെച്ച് തുടച്ച് എല്ലാവരുടെയും അടിച്ചു വാരിയിട്ട് നമ്മൾ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. വാഷ് ബേസിനൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പെനയിൽ വെച്ച് നിലമൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചു. പിന്നെ കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനിൽ ഞാൻ വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. വയ്യ, അത് എല്ലാം കൂടി തിരുമ്പാൻ വയ്യ. പിന്നെ നിലമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇവിടെ കൊണ്ട് അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിടക്കുക. എത്ര നേരത്തേക്ക് കിടക്കുക എന്തോ അറിയില്ല. പിന്നെ കുറച്ച് ഡ്രസ്സുകൾ ചേട്ടൻ മീനിൻ്റെ പണിക്ക് പോകുമ്പോഴാണ് ഡ്രസ്സുകൾ, നമുക്കത് വാഷിംഗ് മെഷീനിൽ ഇടാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് കാരണം അത് വേറെ കല്ലുമ്മ തിരുമ്പും. പിന്നെ കുറച്ച് വെള്ളമുണ്ട്, പിന്നെ പിള്ളേരെ യൂണിഫോം, അതൊക്കെ ഞാൻ കല്ലുമ്മ തിരുമ്പും. അത്യാവശ്യം ഉണ്ടാവും കല്ലുമ്മ തിരുമ്പാനായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ അവൾ ഉണക്കാനായിട്ട് സഹായിക്കുക, ബക്കറ്റിൽ നിന്ന് ഓരോന്നോരോന്നെടുത്തെന്ന് സഹായിക്കാനുണ്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരും കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയോ, മോളുടെ സ്കൂളിൽ കലോത്സവത്തിന് അവൾ സിംഗിൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഡാൻസ് പ്രാക്ടീസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഒരു ദിവസത്തെ ഫുള്ള് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ പകുതി ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാ ബൈ.